ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു നിർത്തിയ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസിൻ്റെ 1-2 എക്സാമ്പിൾസാണ്. ഏതൊക്കെ കേസുകൾ ആപ്ലിക്കബിൾ ആകും, ഏതൊക്കെ കേസുകൾ ആപ്ലിക്കബിൾ ആവില്ല എന്നുള്ളതാണ് ആദ്യം കാണുന്നത്. നമ്മളതിന് വേണ്ടി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഹാഫ് എക്സ് സ്ക്വയർ, ഇത് ക്യാപിറ്റൽ എഫ് ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഹാഫ് എക്സ് സ്ക്വയർ ഫോർ എവർ എക്സ് ബിലോങ്സ് ടു സം ഇൻ്റർവൽ ക്ലോസ് ഇൻ്റർവൽ എ ബി. അങ്ങനെ നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ വിൽ ബി സ്മോൾ എക്സ്. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് എക്സ്. And if we take this small x as small f, നമ്മൾ x നെ small f denote ചെയ്താൽ we know that small f is equal to f dash of x is continuous. So that will be a Riemann integral functions. That's why it belongs to cross interval AB. So if you take E as the empty set, നമ്മൾ E എന്നൊരു finite set എടുക്കാറുണ്ട്. നമ്മളിവിടെ അത് empty set എടുത്തു. Then by fundamental നമുക്ക് എന്താ പറയാം, integral a to b x. ഇവിടെ f എടുക്കാൻ കാരണം f എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ് കേട്ടോ. f is continuous everywhere. So we take that as phi. കുഴപ്പമില്ല. ഇൻ്റഗ്രൽ എ ടു ബി എക്സ് എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ ഇൻ്റഗ്രൽ എ ടു ബി എക്സ് ഡി എക്സ് വിൽ ബി എന്താണ്, ഇൻ്റഗ്രൽ എക്സിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് ഇപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. സോ ദാറ്റ് വിൽ ബി എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ, ദറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് ഡയറക്റ്റ് കിട്ടും. ഈസിയാണ്. നെക്സ്റ്റ് ഉള്ളത് ഇതൊരു അല്പം ഡിഫറൻസ് ആണ്. ഇഫ് ക്യാപിറ്റൽ എ ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് ഫോർ എക്സ് ബിലോങ്സ് ടു ക്ലോസ് ഇൻ്റർവൽ -10 to 10. അപ്പോൾ മോഡുലസ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ 0 എന്ന പോയിൻ്റ് റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് 2 വാല്യൂസ് എടുക്കുക. സോ 0യുടെ റൈറ്റ് സൈഡിൽ എന്ന് പറയാം എ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയാം ഫോർ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ 0 ക്ലോസ് 10. 0 ലെഫ്റ്റ് സൈഡിലേക്ക് എ ഡാഷ് ഓഫ് എക്സ് വിൽ ബി -1. 0 എന്ന പോയിന്റ് നമ്മൾ എടുക്കുന്നില്ല. ഇവിടെ ക്ലോസ് ഇൻ്റർവൽ -10 to 0 ഓപ്പൺ 0യും ഇവിടെ ഓപ്പൺ 0 ക്ലോസ് 10 ആണ്. അപ്പോൾ 0 എന്ന പോയിന്റിൽ ഡെറിവേറ്റീവ് എടുക്കുന്നില്ല, ബാക്കി പോയിന്റ്സ് എടുക്കുന്നുള്ളൂ. നമുക്കറിയാം 0 എന്ന പോയിന്റിലെ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. അങ്ങനൊരു ഗ്രാഫ് നോക്കി നമുക്ക് അറിയാവുന്ന കാര്യം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കപ്പോൾ ഇപ്പോൾ കിട്ടിയത് എ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എസ് ജി എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് സിഗ്നം ഫംഗ്ഷൻ ആണ്. സിഗ്നം ഫംഗ്ഷൻ ഓഫ് എക്സ്. കാരണം എന്താ, 0 ഗ്രേറ്റർ ദാൻ 0യിൽ വാല്യൂ വരുന്നത് 1ഉം ലെസ് ദാൻ 0യിൽ വാല്യൂ വരുന്നത് -1 ആണ്. സോ ദാറ്റ് വിൽ ബി സിഗ്നം ഫംഗ്ഷൻ ഫോർ എക്സ് ബിലോങ്സ് ടു ക്ലോസ് ഇൻ്റർവൽ -10 10 എക്സെപ്റ്റ് സെറ്റ് 0. സെറ്റ് 0 എന്നൊരു എക്സെപ്ഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. 0 എന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. വേറെ എസ് ജി എൻ ഓഫ് എക്സ് ഇസ് എ സിഗ്നം ഫംഗ്ഷൻ. സോ സിഗ്നം ഫംഗ്ഷൻ ഓഫ് എക്സിൻ്റെ ഡെഫിനിഷൻ മോഡ് എക്സ് ബൈ എക്സ് എന്നുള്ളതാണ്. വേറെ എക്സ് നോട്ട് ഈക്വൽ ടു 0. ശരിക്കുള്ള ഡെഫിനിഷൻ പ്രകാരം 0 എന്ന പോയിന്റിൽ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ 0 എന്ന് ഡിഫൈൻ ചെയ്യും സിഗ്നം ഫംഗ്ഷനിൽ. ഇവിടെ നമുക്ക് ഇഷ്ടം 0 എന്ന പോയിന്റിൽ ഡെറിവേറ്റീവ് ഇല്ല. ഇനി സിഗ്നം ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ നമുക്കറിയാം, ദാറ്റ് ഈസ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. സോ ദാറ്റ് ഈസ് റീമൈൻ ഇൻ്റഗ്രബിൾ. സ്റ്റെപ്പ് ഫംഗ്ഷൻസ് റീമൈൻ ഇൻ്റഗ്രബിൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. സോ ദാറ്റ് ഈസ് റീമൈൻ ഇൻ്റഗ്രബിൾ ഇൻ ക്ലോസ് ഇൻ്റർവൽ -10 10. സോ നമ്മൾ ഇവിടെ 0 എന്ന പോയിന്റ് ഡിഫറൻഷ്യൽ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഇ എന്ന സെറ്റ് 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ അപ്ലൈ ദ ഫണ്ടമെൻ്റൽ തിയറം. സോ ഇൻ്റഗ്രൽ -10 to 10 സിഗ്നം ഫംഗ്ഷൻ ഓഫ് എക്സ് ഈക്വൽ ടു എ ഓഫ് 10 മൈനസ് എ ഓഫ് -10. എ ഓഫ് 10 എന്നുള്ളത് ഫംഗ്ഷൻ്റെ വാല്യൂ മോഡ് എക്സ് എന്നുള്ളതാണ്. സോ എ ഓഫ് 10 എന്നുള്ളത് 10 ആയിരിക്കും, മൈനസ് എ ഓഫ് -10 എന്നുള്ളതും 10 തന്നെയാണ്. സോ 10 - 10 ദ ആൻസർ വിൽ ബി 0. സിഗ്നം ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ നമ്മൾ ചെയ്തിരിക്കുന്നത് -10 to 10. അടുത്തത് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് എക്സ് ഫോർ എക്സ് ബിലോങ്സ് ടു ക്ലോസ് ഇൻ്റർവൽ 0 ബി. ബി ഇസ് ഇനി നോൺ നെഗറ്റീവ് വാല്യൂ. സോ അങ്ങനെയെങ്കിൽ we know that h is continuous function on closed interval ab 2 root x ആണ്. then h dash എന്നുള്ളത് 1 by root x എന്ന് വരും. root x ഡെറിവേറ്റീവ് 1 by 2 root x ആണ്. സോ 2 root x ഇത് 1 by root x in open 0 closed b. കാരണം 0 എന്ന പോയിന്റിൽ 1 by root x എന്ന വാല്യൂ ഡിഫൈൻഡ് ആയിരിക്കില്ല, 1 by 0 എന്ന ഫോം വരും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, h dash of x 1 by root ആയതുകൊണ്ട് തന്നെ ദാറ്റ് ഇസ് നോട്ട് ബൗണ്ടഡ് എന്നും പറയാം. കാരണം എന്താ, 1 by x അല്ലെങ്കിൽ 1 by root x എന്ന വാല്യൂ as it is approaches to 0 it will tends to infinity. എക്സിൻ്റെ വാല്യൂ 0ക്ക് പോകുന്നതും ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ഇൻഫിനിറ്റിലേക്ക് പോവുക. സോ ഇറ്റ് ഈസ് നോട്ട് ബൗണ്ടഡ്. സോ എന്താണെന്ന് പറയാം, ദിസ് ഈസ് നോട്ട് റീമാൻ ഇൻ്റഗ്രബിൾ. ഈ എച്ച് ഡാഷ് ഓഫ് എക്സ്, ഈ ഡെറിവേറ്റീവ് ഓഫ് എച്ച് റീമാൻ ഇൻ്റഗ്രബിൾ ആയിരിക്കില്ല. സോ നമ്മുടെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് അപ്ലൈ ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ നമുക്കിവിടെ സാറ്റിസ്ഫൈഡ് അല്ല. നെക്സ്റ്റ് എക്സാമ്പിൾ, ഇവിടെ ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കെ ഓഫ് എക്സ് ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ കോസ് 1 by x സ്ക്വയർ വെൻ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 ആൻഡ് 0 when x ഈക്വൽ ടു 0. അപ്പോൾ ക്ലോസ് ഇൻ്റർവൽ 0 1 അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0 to 1 എക്സ്ക്ലൂഡിങ് 0യിൽ അത് ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് സ്ക്വയർ കോസ് 1 by x സ്ക്വയറും അറ്റ് 0യിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. സോ നമുക്ക് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. സോ 2x ഇൻറ്റു കോസ് 1 by x സ്ക്വയർ പ്ലസ് ഇതിൻ്റെ ചെയിൻ റൂൾ പ്രകാരം 2x ഇൻറ്റു സൈൻ 1 by x സ്ക്വയർ എന്ന് വരാം. മൈനസ് വരെ ശരിക്കും മൈനസും പ്ലസ് 2 ആയിക്കോളും. സോ ഫോർ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ 0 ക്ലോസ് ടു 1 ആൻഡ് ഈ 0 എന്ന പോയിന്റ് ഡെറിവേറ്റീവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനേഷൻ നമുക്കറിയാം. സോ കെ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 കെ ഓഫ് എക്സ് മൈനസ് കെ ഓഫ് 0 by x minus 0. അപ്ലൈ ചെയ്യുന്ന ഡെറിവേറ്റീവിൻ്റെ ഡെഫിനേഷനാണ്. ദാറ്റ് യു ഗെറ്റ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 x സ്ക്വയർ cos 1 by x square, that is x cos 1 by x square. At x tends to 0,
ഈ എക്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ വാല്യൂ സീറോയിലേക്ക് ടെൻഡ് ചെയ്തോളും. സോ കെ ഡാഷ് ഓഫ് സീറോ എന്നുള്ളത് സീറോയും കെ ഡാഷ് ഓഫ് എക്സ് ഫോർ എനി അതർ പോയിന്റ്സ് വി ഗെറ്റ് 2x cos 1/x² പ്ലസ് 2/x sin 1/x². ഇനി ഇപ്പോൾ നമുക്കറിയാം ഈ രണ്ട് ഇത് കെ ഡാഷ് കിട്ടിയാൽ നമുക്ക് മനസ്സിലായി കെ ഡിഫറൻഷ്യബിൾ ആണ് ഇൻ അവർ ഗിവൺ ഇൻ്റർവൽ. സോ ക്ലിയർലി കെ കണ്ടിന്യൂസ് ആയിരിക്കും ആൻഡ് കെ ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ ഓൾസോ ഇൻ അവർ ഇൻ്റർവൽ. ഇനി ഈ കെ ഡാഷ് എക്സിൻ്റെ ഡെഫിനേഷനകത്ത് ഈ ഒരു ടേം 2/x ഇൻറ്റു sin 1/x², ഇവിടെ 2/x എന്നുള്ള ടേം പറഞ്ഞുകൊണ്ട് തന്നെ ദിസ് ടേം വിൽ നോട്ട് ബി ബൗണ്ടഡ്. കാരണം as x tends to സീറോ, എക്സിൻ്റെ വാല്യൂ സീറോയിലേക്ക് എടുക്കും തോറും ഇത് ഇൻഫിനിറ്റിലേക്ക് പോവുക. സോ ദിസ് ഇസ് നോട്ട് എ ബൗണ്ടഡ് വാല്യൂ. സോ നമുക്ക് എന്ത് പറയാം, കെ ഡാഷ് ഓഫ് എക്സ് ഇസ് ആസ് എ ഹോൾ ഈസ് നോട്ട് ബൗണ്ടഡ്. സോ കെ ഡാഷ് ഓഫ് എക്സ് ഇസ് നോട്ട് ബൗണ്ടഡ്, സോ ഇറ്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു റീമൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻസ്. ബൗണ്ടഡ് ആണെങ്കിൽ മാത്രമേ റീമൻ ഇൻ്റഗ്രബിൾ ആവുള്ളൂ. സോ ദാറ്റ് ഇസ് നോട്ട് റീമൻ ഇൻ്റഗ്രബിൾ. സോ വി cannot apply the fundamental theorem. Now we are moving to a definition that is an indefinite integral with base point a എന്ന definition ആണ്. If f belongs to Riemann integral functions in closed interval ab, then the function defined by capital F of z is equal to integral a to z f for z belongs to closed interval ab. ab എന്ന ഇൻ്റർവലിനകത്ത് റീമൻ ഇൻ്റഗ്രബിൾ ആണ് ഫംഗ്ഷൻ എങ്കിൽ എബിയുടെ അകത്തൊരു പോയിന്റ് z എടുത്തിട്ട് ഇൻ്റഗ്രൽ a to that z i z വരെയുള്ള ഇൻ്റഗ്രൽ ഫോർ എഫ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓഫ് എഫ് വിത്ത് ബേസ് പോയിന്റ് എ. ഒരു തിയറാണ് നെക്സ്റ്റ് പറയുന്നത് ദാറ്റ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എഫ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് z equal to integral a to z f for z belongs to ab is continuous on closed interval ab if f of x less than mod f of x less than equal to m, that is f of x bounded ആണ്. For x belongs to closed interval ab, then modulus of f of z minus f of w will be less than or equal to m into modulus of z minus w. സോ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അഡിറ്റിവിറ്റി തിയറം പ്രകാരം നമുക്കറിയാം ഇസഡ് ഡബ്ല്യു എന്ന രണ്ട് പോയിന്റ്സ് ക്ലോസ് ടു എ ബിക്ക് അകത്തുണ്ടെങ്കിൽ എഫ് ഓഫ് ഇസഡ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിൽ എ ടു ഇസഡ് എഫ് എന്നാണ്. ദാറ്റ് വിൽ ബി നത്തിങ് ബട്ട് ഇവിടെ നമ്മൾ ഡബ്ല്യു ലെസ് ദാൻ ഈക്വൽ ടു ഇസഡ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ എ ടു ഡബ്ല്യു എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഡബ്ല്യു ടു ഇസഡ് എഫ്. നമ്മുടെ അഡിറ്റിവിറ്റി തിയറാണ് എ ടു ഇസഡ് ആണ്. ഇസഡിനും എക്ക് ഇടയിലുള്ള പോയിന്റ് ഡബ്ല്യു ഉണ്ടെങ്കിൽ എ ടു ഡബ്ല്യു പ്ലസ് ഡബ്ല്യു ടു ഇസഡ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ആൻഡ് ഈ എ ടു ഡബ്ല്യു എഫ് എന്നുള്ളത് നത്തിങ് ബട്ട് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ വിത്ത് ബേസ് എ വരുന്ന എഫ് ഓഫ് ഡബ്ല്യു എന്ന ഫോം ആയിരിക്കും. നമ്മൾ എഫ് ഓഫ് ഇസഡ് ഡിഫൈൻ ചെയ്ത പോലെ നമുക്ക് എഫ് ഓഫ് ഡബ്ല്യു ഡിഫൈൻ ചെയ്യാം പ്ലസ് ഇൻ്റഗ്രൽ ഡബ്ല്യു ടു ഇസഡ് എഫ് ചെയ്താൽ മതി. സോ ടേക്കിംഗ് ദിസ് ടൈം ലെഫ്റ്റ് സൈഡ് യു ഹാവ് എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഡബ്ല്യു ഇസ് നത്തിങ് ബട്ട് ഇൻ്റഗ്രൽ ഡബ്ല്യു ടു ഇസഡ് എഫ് എന്ന് കിട്ടും. ഇനി നമ്മൾ എഫ് ഓഫ് എക്സ് ബൗണ്ടറി ചിന്തിക്കുകയാണ്. ദാറ്റ് ഈസ് മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എം ഓർ മൈനസ് എം ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എം എന്ന് പറയാം. ടേക്കിംഗ് ഇൻ്റഗ്രൽ ഫ്രം ഡബ്ല്യു ടു ഇസഡ് ഫോർ ദീസ് ത്രീ ടേംസ് ഇൻ ദിസ് ഇൻഇക്വാളിറ്റി. ഈ ഇൻഇക്വാളിറ്റിയിൽ മൂന്ന് ടേംസിനും ഇൻ്റഗ്രൽ മൈനസ് ഡബ്ല്യു ടു ഇസഡ് എടുക്കുകയാണ്. സോ വി ഗെറ്റ് integral w to z minus m less than equal to integral w to z f less than equal to integral w to z m. m minus m constants are taking them outside. We have and applying the integral. Later apply the നമുക്ക് പറയാം minus m into z minus w this will be less than equal to integral w to z f will be less than equal to m into z minus w. ഇതിന് മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ we can say modulus of w to z f is less than equal to m into z minus w എന്ന് പറയാം. നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് ഡബ്ല്യു എന്നുള്ളത് ഇൻ്റഗ്രൽ ഡബ്ല്യു ടു സെഡ് ആണ്. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇപ്പോൾ സോ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് ഡബ്ല്യു വിൽ ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഡബ്ല്യു ടു സെഡ് എഫ് ആൻഡ് ദാറ്റ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു എം ഇൻറ്റു സെഡ് മൈനസ് ഡബ്ല്യു. ഇതിൽ ഫസ്റ്റ് ലെഫ്റ്റ് എൻഡിലെ ടേമും റൈറ്റ് എൻഡിലെ ടേമുമാണ് നമ്മുടെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത്. മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് ഡബ്ല്യു വിൽ ബി ലെസ് ദാൻ ഈക്വൽ ടു എം ഇൻറ്റു സെഡ് മൈനസ് ഡബ്ല്യു. യൂസിങ് ദിസ് വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് തിയറം, ദാറ്റ് ഇസ് എ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഓഫ് സെക്കൻഡ് ഫോം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഫസ്റ്റ് ഫോം ആയിരുന്നു. ദിസ് ഈസ് സെക്കൻഡ് ഫോം. ഇവിടെ പറയുന്നത് ലെറ്റ് എഫ് ബിലോങ്സ് ടു ആർ ഓഫ് എ ബി ആൻഡ് എഫ് ബി കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് സി ബിലോങ്സ് ടു ക്ലോസ് ഇൻ്റർവൽ എ ബി, ദെൻ ദ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ഇസഡ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി. സി എന്നൊരു പോയിന്റിന് അത് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ആൻഡ് എഫ് ഡാഷ് ഓഫ് സി വിൽ ബി ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് സി. ആ ഫംഗ്ഷൻ്റെ ഈ എഫ് ഓഫ് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്നുള്ളത് എഫ് ഓഫ് സി ആയിരിക്കും. നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ബേസിക് കാൽക്കുലസിനകത്ത് ഈസി ആയിട്ട് നമുക്ക് പറയാവുന്ന കാര്യം തന്നെയാണ്. ഇത് റീമൻ ഇൻ്റർവൽ ഫംഗ്ഷൻസിനകത്ത് ശരിയാവുന്നില്ല നമുക്ക് നോക്കണ്ടേ. സോ വി ടേക്ക് എ പോയിന്റ് സി ബിലോങ്സ് ടു ക്ലോസ് ഇൻ്റർവൽ എ ബി. നമ്മൾ ആദ്യം ക്ലോസ്ഡ് എ ഓപ്പൺ ബി എന്ന രീതി എടുത്ത് പോകുന്നത്. ദെൻ അത് വെച്ചിട്ട് പ്രൂവ് ചെയ്യണം. ഇത് നമുക്ക് തിരിച്ചും ഓപ്പൺ എ ക്ലോസ്ഡ് ബി എഴുതും സെയിം സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പറയാം കേട്ടോ. സിൻസ് നമുക്കറിയാം എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് സി എന്നറിയാം. സിൻസ് ഗിവൺ സോ നമുക്ക് എന്ത് പറയാം, for given epsilon greater than 0 there exists an eta epsilon greater than 0 such that ഇങ്ങനെയാണ് ഈ സിക്കും സി
പ്ലസ് ഈറ്റ എപ്സിലോണിനും അകത്ത് ഒരു എക്സ് എന്ന പോയിന്റ് ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ എഫ് സിയിൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ സിയുടെ ക്ലോസ് ആയിട്ടുള്ള 3 പോയിന്റ്സ് എടുക്കുകയാണ്. എഫ് ഓഫ് സി മൈനസ് എപ്സിലൺ, എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് സി പ്ലസ് എപ്സിലൺ. ഇങ്ങനെ 3 വളരെ ക്ലോസ് പോയിന്റ്സ് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. എഫ് ഓഫ് സി മൈനസ് എപ്സിലൺ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് സി പ്ലസ് എപ്സിലൺ എന്ന് പറയാം. കാരണം സിയോട് വളരെ ക്ലോസ് ആയിട്ടുള്ള പോയിന്റാണ് എക്സ്. സോ ദിസ് വിൽ ബി ഹോൾഡ്. വി ചൂസ് ആൻ എക്സ്, എച്ച്. ഒരു എച്ച് എന്ന വാല്യൂ നമ്മൾ ചൂസ് ചെയ്ത് സച്ച് ദാറ്റ് 0 ലെസ് ദാൻ എച്ച് ലെസ് ദാൻ ഈറ്റ എപ്സിലൺ. ഈറ്റ എപ്സിലണിനേക്കാളും താഴെയുള്ള ഒരു പോസിറ്റീവ് എച്ച് ചൂസ് ചെയ്തു. ദെൻ the additivity theorem implies that if f is integrable on the intervals close interval ac, a c plus h and c c plus h. നമ്മുടെ additivity theorem പ്രകാരം നമുക്ക് a c then a to c plus h, c to c plus h എന്നീ 3 സ്മോൾ ഇൻ്റഗ്രൽസ് എടുത്താൽ എഫ് അവിടെ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ ആണ്. മാത്രമല്ല തൊട്ട് മുമ്പ് പറഞ്ഞ തിയറം നമുക്ക് ഇങ്ങനെ കൂടി പറയാം, എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി എന്നുള്ളത് ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് എച്ച് സ്മോൾ എഫ് എന്നുകൂടി പറയാം. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് വളരെ എന്താ പറയുക, സി ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു സി പ്ലസ് എപ്സിലോൺ എന്നുള്ള കേസിനകത്ത് നമുക്ക് ഇതിപ്പോൾ സി ടു സി പ്ലസ് എപ്സിലോൺ ഈറ്റ എപ്സിലോൺ എന്ന ഒരു ഇൻ്റർവലാണ്. അതിന് പകരം സി ടു സി പ്ലസ് എച്ച് എന്ന ഇൻ്റർവൽ കൊടുക്കാം. കാരണം ഈ എപ്സിലോണേക്കാൾ താഴെയുള്ള വാല്യൂ ആണ് എച്ച്. സോ സി പ്ലസ് എച്ച് എന്ന കേസ് എടുത്താലും ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും. നമുക്ക് എന്ത് പറയാം, ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് എച്ച് സാറ്റിസ്ഫൈസ് ദിസ് ഇക്വേഷൻ. സോ അങ്ങനെയെങ്കിൽ നമുക്ക് അതിനകത്ത് ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്താൽ ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് എച്ച് ഈ ഇനീക്വാളിറ്റിക്കകത്ത് ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് എച്ച് 3 ടേംസിന് അപ്ലൈ ചെയ്താൽ വി ക്യാൻ സേ ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് എച്ച് എഫ് ഓഫ് സി മൈനസ് എപ്സിലൺ ഈസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് എച്ച് എഫ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് എച്ച് എഫ് ഓഫ് സി പ്ലസ് എപ്സിലൺ എന്ന് പറയാം. ആൻഡ് ഇവിടെ എഫ് ഓഫ് സി മൈനസ് എപ്സിലൺ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദിസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനി വേരിയബിൾ. സോ വി ക്യാൻ ടേക്ക് ദാറ്റ് ഔട്ട് സൈഡ്. ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് എച്ചിനെ ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് ആ ഇൻ്റഗ്രൽ ലെങ്ത് എച്ച് ആയിരിക്കും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ അങ്ങനെ തന്നെയായിരിക്കും ആ ഇൻ്റർവൽ ലെങ്ത് കിട്ടുക. ഈ നടുവിലത്തെ ഇൻ്റർവൽ നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് എഫ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് സി എന്നുള്ളത്. സോ നമുക്കിങ്ങനെ കിട്ടി എഫ് ഓഫ് സി മൈനസ് എപ്സിലോൺ ഇൻറ്റു എച്ച് ലെസ് ദാൻ എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് സി പ്ലസ് എപ്സിലോൺ എച്ച്. ഇവിടെ 3 ടേമിനെ ഞാൻ എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 3 ടേമിൽ നിന്നും എഫ് ഓഫ് സി സബ്ട്രാക്ട് ചെയ്താൽ ഐ ഹാവ് മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ബൈ എച്ച് മൈനസ് സ്മോൾ എഫ് ഓഫ് സി വിൽ ബി ലെസ് ദാൻ എപ്സിലോൺ. Taking modulus and rewrite this as modulus of f of c plus h minus f of c by h minus f of c less than equal to epsilon, where epsilon is an arbitrary small value. So നമുക്ക് എന്ത് പറയാം, if we take the limit of this, we can take limitation to 0 f of c plus h minus f of c by h equal to f of c എന്ന് പറയാം. And this is nothing but ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉള്ളത് എന്താണ്, നമ്മുടെ ഡെറിവേറ്റീവ് ഡെഫിനേഷൻ ആണ്. ലിമിറ്റ് h tends to 0 f of c plus h minus f of c by h എന്നുള്ളത് f dash of c ആണ്. So f dash of c, capital F dash of c will be equal to small f of c. നമ്മുടെ പ്രൂഫായി കഴിഞ്ഞു. ഇവിടെ നമുക്ക് പ്രൂഫ് എടുക്കുമ്പോൾ കാര്യം പറയാനുള്ളത്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാവുന്നത്, ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ക്ലോസ് ടു എ ഓപ്പൺ ബി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് പറഞ്ഞ ഇതിനെ ഈ ഡെറിവേറ്റീവിനെ ഒരു റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന രീതിയിൽ പറയാം. സിമിലർലി നമുക്ക് തിരിച്ച് ഓപ്പൺ എ ക്ലോസ് ടു ബി എടുത്തും ഇത് പറഞ്ഞ് പ്രൂഫ് കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് തിയറം, if f is continuous on closed interval ab, then the indefinite integral capital F defined by capital F of z equal to integral a to z small f is differentiable on ab and capital F dash of x equal to small f of x. ഇപ്പോൾ നമ്മൾ തൊട്ട് പറഞ്ഞത് തന്നെ വീണ്ടും പറയുകയാണ്, ഇവിടെ f is continuous on closed interval ab എന്ന് പറഞ്ഞത് ഈ തിയറത്തിന് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞ സംഭവം തന്നെ ഒന്ന് റീറൈറ്റ് ചെയ്ത് പറഞ്ഞുള്ളൂ. ഇവിടെ ആ കണ്ടിന്യൂസിൻ്റെ കേസ് വിട്ടിട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് എഴുതി പറഞ്ഞേക്കാണ്. ഇവിടെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് എപ്പോഴും ശരിയാവില്ലേ, കാൽക്കുലസിൽ ഓക്കെ ആണല്ലോ, ബേസിക് ഇൻ്റഗ്രേഷൻ യൂഷ്വൽ ഇൻ്റഗ്രേഷൻ ഇത് ഓക്കെ ആണല്ലോ, അപ്പോൾ എന്തുകൊണ്ട് റീമാൻ ഇൻ്റഗ്രേഷന് പ്രത്യേക ഒരു തിയറം പറയണമെന്ന് നമുക്ക് ചിന്തിക്കാം. സോ നമ്മൾ അതിനോട് കുറച്ച് കാര്യങ്ങൾ താഴെ കാണുന്നത്, ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്നൽ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓൺ ക്ലോസ് ഇൻ്റർവൽ -1 സിഗ്നൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് ഫംഗ്ഷൻ നമുക്ക് അറിയാം. സോ റീമാൻ ഇൻ്റഗ്രൽ ആയിരിക്കും. ആൻഡ് അതിൻ്റെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 0, എക്സിൻ്റെ വാല്യൂ 0 ഒക്കെ താഴെയാണെങ്കിൽ എന്താ പറയാം, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്നുള്ളത് -1 to x സ്മോൾ എഫ് ഓഫ് എക്സ് ആയിരിക്കും. -1 to എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ്റെ വാല്യൂ ആ ഇൻ്റർവലിനകത്ത് ആ ഏരിയക്കകത്ത് എപ്പോഴും ആ റേഞ്ചിനകത്ത് -1 ആയിരിക്കും എപ്പോഴും ഫംഗ്ഷൻ്റെ വാല്യൂ വരാം. സിഗ്നൽ ഫംഗ്ഷൻ ലെസ് ദാൻ ഈക്വൽ ടു 0 -1 ആണ്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1. സോ ഇൻ്റഗ്രൽ -1 to x -1 വരും. ദറ്റ് ഈസ് -1 into x plus 1 which is equal to -x -1. നമ്മൾ വെൻ എക്സ് ലെസ് ദാൻ 0 എന്ന് പറയണേ. സോ വീണ്ടും -x എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ മോഡുലസ് ഓഫ് ദാറ്റ് എക്സ് എന്ന് പറയാം അല്ലേ.
എക്സ് നെഗറ്റീവ് ആണ് ഓൾറെഡി. സോ അതിനെ നെഗറ്റീവാണ് നമുക്ക് വന്നിരിക്കുന്നത്. സോ വി ക്യാൻ റീറൈറ്റ് ദാറ്റ് ആസ് മോഡുലസ് എക്സ് മൈനസ് 1 എന്ന് പറയാം. നോ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0, എക്സിൻ്റെ ഒരു ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -1 to x എഫ് ഓഫ് എക്സ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ ഈ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ദാറ്റ് ഈസ് -1 to 0 എഫ് ഓഫ് എക്സ് പ്ലസ് -1 to x 0 to x എഫ് ഓഫ് എക്സ്. നമ്മുടെ അഡിറ്റിവിറ്റി തീറോ ആണ്. എക്സ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ -1ൻ്റെ എക്സിന് ഇടയ്ക്കാണ് 0 എന്ന പോയിന്റ്. സോ -1 to 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 to x എഫ് ഓഫ് എക്സ് എഴുതാം. ഇനി -1 to 0 എന്ന റേഞ്ചിൽ ഫംഗ്ഷൻ്റെ വാല്യൂ -1 ആയിരിക്കും. 0 to x ഒരു പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 ആയിരിക്കും. സോ വി ഗെറ്റ് -1 to 0 -1 പ്ലസ് 0 to x 1. ടേക്കിൻ ഇൻ്റഗ്രൽ വി ഗെറ്റ് ഫൈനൽ ആൻസർ വരുന്നത് -1 പ്ലസ് x എന്നായിരിക്കും. ഓർ വി ക്യാൻ റീറൈറ്റ് ദാറ്റ് ഓൾസോ ആസ് മോഡ് x -1 എഴുതാം. കാരണം വെൻ x is greater than 0 മോഡ് x എന്നുള്ളത് x തന്നെയാണ്. സോ നമുക്ക് രണ്ട് കേസിലും കിട്ടുന്ന ഒരേ വാല്യൂ ആണ്, മോഡ് x -1 ആണ്. സോ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് x -1. അപ്പോൾ നോക്കി, സോ സ്മോൾ എഫ് ഓഫ് എക്സ് ആസ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് x -1, ബട്ട് ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് 0 ഡസ് നോട്ട് എക്സിസ്റ്റ്. കാരണം 0 എന്ന പോയിന്റ് ഡെറിവേറ്റീവ് ഇല്ല, നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് സിഗ്നൽ ഫംഗ്ഷൻ 0 എന്ന പോയിന്റ് ഡെറിവേറ്റീവ് ഉണ്ടാവില്ല എന്നുള്ളത്. സോ എഫ് ഈസ് നോട്ട് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ക്ലോസ് ഇൻ്റർവൽ -1. നമ്മളിത് യൂഷ്വൽ ഇൻ്റഗ്രേഷനകത്ത് ഇങ്ങനെ പ്രശ്നം വരുന്നില്ല. ഒരു ഫംഗ്ഷൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ ആ ഇൻ്റഗ്രൽ വാല്യൂ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ് നമ്മൾ പോകാറ്. പക്ഷേ ഇവിടെ അങ്ങനെ ആവുന്നില്ല. ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്തല്ല, ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എഫ് ഡാഷ് ഓഫ് 0 ഡസ് നോട്ട് എക്സിസ്റ്റ്. ആ പോയിന്റിൽ നമ്മൾ പറഞ്ഞത് എന്താ നോക്കൂ, തിയറി പറഞ്ഞത് ക്യാപിറ്റൽ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ക്ലോസ് ഇൻ്റർവൽ എ ബി. ഈ ഒരു കേസ് എക്സിസ്റ്റ് ചെയ്താൽ മാത്രമേ എഫ് ഡാഷ് ഓഫ് എക്സ് സ്മോൾ എഫ് ഓഫ് എക്സ് പറയാൻ പറ്റുള്ളൂ. ഇത് ഡിഫറൻഷ്യബിൾ അല്ലാത്തതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. സോ നമ്മൾ കൺക്ലൂഡ് ഇങ്ങനെയാണ്, ഇഫ് സ്മോൾ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇൻ്റർവൽ എ ബി, സ്മോൾ എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ ആൻഡ് ഇറ്റ്സ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഈസ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എഫ്. നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ തിയറാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ തിയറത്തിൽ നമ്മൾ യൂഷ്വലി ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഒരു വേരിയബിളിന് പകരം വേറൊരു വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പകരം വേറൊരു വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ്. So we take j equal to close interval alpha beta and let phi from this j to real numbers have a continuous derivative on j. Phi എന്നൊരു ഫംഗ്ഷൻ ഞാൻ j to r ഡിഫൈൻ ചെയ്താൽ അതിന് jക്ക് അത് കണ്ടിന്യൂസ് ഡെറിവേറ്റീവ് ഉണ്ട്. If f from I to r is a continuous on an interval I containing phi of j, phi of j നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇൻ്റർവെലകത്താണ് നമ്മൾ I എന്ന ഇൻ്റർവൽ ചൂസ് ചെയ്തത്. അതിനകത്താണ് ഫംഗ്ഷൻ എഫ് ഡിഫൈൻ ചെയ്യാണ്, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്, ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി ഡി ടി, എഫ് ഓഫ് ഫൈ ഓഫ് ടി. സോ ഫൈ ഓഫ് ടി കണ്ടെയ്ൻ ചെയ്യുന്ന ജെനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻ്റർവലാണല്ലോ I. സോ ഇത്തരം ഒരു കോമ്പോസിഷൻ പോസിബിൾ ആണ്. ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി ഡി ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റയ്ക്ക് വരും ഫൈ ഓഫ് ആൽഫ ടു ഫൈ ഓഫ് ബീറ്റ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണോ, എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയാം. സോ ഇത് നമ്മൾ ശരിക്കും ചെയ്യുന്നത് വേറെ ഒന്നുമില്ല, നമ്മുടെ ഈ ഫൈ ഓഫ് ടി ഇതിലേക്ക് പകരം എക്സ് കൊടുക്കുകയാണ് ചെയ്യണേ, സബ്സ്റ്റിറ്റ്യൂട്ട് ആസ് എക്സ്. സോ ഫൈ ഓഫ് ടി എക്സ് കൊടുത്താൽ ഫൈ ഡാഷ് ടി ഡി ടി എന്നത് ഡി എക്സ് ആയി മാറും ഡെറിവേറ്റീവ് എന്നുള്ളത്. സോ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഡി ടി ആവും. ലിമിറ്റ് ആൽഫ ടു ബീറ്റയ്ക്ക് വരും ഫൈ ഓഫ് ആൽഫ ടു ഫൈ ഓഫ് ബീറ്റ വരും. നമുക്കതിനെ പ്രൂഫ് നോക്കാം. വി ക്യാൻ ഡിഫൈൻ എഫ് ഓഫ് യു ഈക്വൽ ടു, എഫ് ഓഫ് യു എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഫൈ ഓഫ് ആൽഫ ടു യു എഫ് ഓഫ് എക്സ് ഡി എഫ് എന്ന് ഡിഫൈൻ ചെയ്യുകയാണ്, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ where u belongs to I. And നമ്മൾ h of t എന്നുള്ളത് f of phi of t ഡിഫൈൻ ചെയ്താൽ we can write that is a composite function f dot phi of t. ഇതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എടുക്കാൻ അറിയാം, ക്യാപിറ്റൽ എഫിൻ്റെ ഡെറിവേറ്റീവ് സ്മോൾ എഫ് ആണെന്ന് അറിയാം. സോ സ്മോൾ എഫ് ഓഫ് phi of t ഇൻറ്റു ഇതിൻ്റെ ചെയിൻ റൂൾ പ്രകാരം ഫൈ ഡാഷ് ഓഫ് ടി എഴുതാം h of t നെ. സോ നമുക്ക് ഇതിൻ്റെ ആൽഫ ടു ഫൈ ഓഫ് ആൽഫ ടു ഫൈ ഓഫ് ബീറ്റ എഫ് ഓഫ് എക്സ് എന്ന് പറയാം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എഫ് ഓഫ് ഫൈ ഓഫ് ബീറ്റ എന്ന് വരാം. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഫൈ ഓഫ് എഫ് ഓഫ് ഫൈ ഓഫ് ബീറ്റ എന്താണ്, എച്ച് ഓഫ് ബീറ്റയാണ്. എച്ച് ഓഫ് ബീറ്റ എന്തായിരിക്കും, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ട നമുക്ക്, ഇതിൻ്റെ ഇൻ്റഗ്രലായിരിക്കും. ഈ എച്ച് ഡാഷ് ഓഫ് ടി എന്നുള്ളത് ഇൻ്റഗ്രലായിരിക്കും. അപ്പോൾ എച്ച് ഡാഷ് ഓഫ് ടിക്കാണ് ബീറ്റ കൊടുത്താൽ മതി. അതിൻ്റെ ഇൻ്റഗ്രൽ എന്താ വരാം, ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ എഫ് ഓഫ് ഫൈ ഓഫ് ടി ഫൈ ഡാഷ് ഓഫ് ടി ഡി ടി. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ഫോമിലാണ്. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ ഫൈ ഓഫ് എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി. ഒരു എക്സാമ്പിൾ കണ്ട് നമുക്ക് നിർത്താം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 1 to 4 sin root t by root d dt.
നമ്മളിവിടെ ഈ റൂട്ട് ടി എന്ന ഫംഗ്ഷനെ ഫൈ ഓഫ് ടി എടുത്തു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ വേണ്ടി. സോ ടേക്ക് ഫൈ ഓഫ് ടി ഈക്വൽ ടു റൂട്ട് ടി. സോ 5' എന്നുള്ള 1/2 റൂട്ട് ടി ആയിരിക്കും. ഇത് ക്ലോസ് ഇൻ്റർവൽ 1 to 4 കണ്ടിന്യൂസ് ആയിരിക്കും, കാരണം റൂട്ടിയുടെ വാല്യൂ 0 ആവുന്ന പോയിന്റ് 0 ആണ്, അത് നമുക്കിവിടെ ആപ്ലിക്കബിൾ അല്ല. സോ ക്ലോസ് ഇൻ്റർവൽ 1 4 കണ്ടിന്യൂസ് ആയിരിക്കും. ആൻഡ് വി ചൂസ്, നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? ഈ ഫൈ ഓഫ് ടി റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഫോമിനെ റീറൈറ്റ് ചെയ്യാൻ വേണ്ടി വി ചൂസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 sin x എന്ന് ചൂസ് ചെയ്തു. സോ നമുക്ക് എന്ത് വരും? ഗിവൺ ഇൻ്റഗ്രൽ ഈസ് ഓഫ് ദ ഫോം എഫ് ഡോട്ട് ഫൈ ഇൻറ്റു ഫൈ ഡാഷ്. അതായത് നമുക്ക് എന്ത് പറയാം? ഇൻ്റഗ്രൽ 1 to 4 sin റൂട്ട് ടി ബൈ റൂട്ട് ടീനെ ഇവിടെ ഫൈ ഓഫ് ടിയുടെ വാല്യൂ ചിന്തിക്കണേ. ഫൈ ഓഫ് ടിയുടെ വാല്യൂ റൂട്ട് ടി ആയതുകൊണ്ട് ടിയുടെ വാല്യൂ 1 to 4 ആണ്. സോ ഫൈയുടെ വാല്യൂ വേരി ചെയ്യുന്നത് 1 to 2 ആയിരിക്കും. സോ 1 to 2 sin x എന്നുള്ളത് ടേക്കിംഗ് 2 ഔട്ട്സൈഡ് 2 ഇൻറ്റു മൈനസ് കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ -1 to 2, ദറ്റ് ഈസ് 2 ഇൻറ്റു cos 1 മൈനസ് cos 2 എന്നായിരിക്കും ആൻസർ വരിക. ആൻഡ് സോ യു ക്യാൻ സ്റ്റോപ്പ് ഹിയർ. താങ്ക് യു.